ബോറടിക്കണ്ടാ, ഗെയിം കളിക്കുക, ജയിച്ചോളട്ടാ. ഗെയിം കളിച്ചോ, അത് പ്രശ്നമില്ല. കളിക്കിറങ്ങിയാ ജയിക്കണം, അല്ലെങ്കിൽ പിന്നെ പണിക്ക് നിൽക്കരുത്. കളിച്ചടാ, ഒരു കുഴപ്പമില്ല. ശല്യം ഉണ്ടാക്കാണ്ട് കളിച്ചാൽ സൈലന്റ് ആക്കി കളിക്കണേ. ഏതാ ഫ്രീ ഫയറാ, ഫുട്ബോളാ? നിർത്തിയ. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം പിള്ളേരോട് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ നിർത്തിയേ, ഒരു രാജാവും മന്ത്രിയും കൂടിയിട്ട് നടക്കാറങ്ങി. രാജാവിന്റെ കഥയിലൊക്കെ എങ്ങനെയാ ഒരു വെറുതിരിക്കുമ്പോൾ നടക്കാറങ്ങും. ഏത് കഥ കേട്ടോ, രാജാവും മന്ത്രിയും വെറുതിരിക്കുമ്പോൾ രാജാവ് വേറെ ആളുടെ കൂടെ നടക്കൂല, മന്ത്രിയുടെ കൂടെ നടക്കുക. ശരിക്കും ഗുണ്ടാണ്. മന്ത്രിക്ക് അത്യാവശ്യം പണിയുള്ള ഒരാളാ, പക്ഷെ എന്നാലും ഇവർ രണ്ടാളും നടക്കാറങ്ങും. അങ്ങനെ നടന്ന് ഒരു വീടിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോ ആ വീട്ടിൽ ഭയങ്കര സന്തോഷം. അപ്പനും അമ്മയും മക്കളൊക്കെ കൂടി ഭയങ്കര ജോഷ്, ഭയങ്കര പരിപാടി. എടുത്ത വഴിക്ക് രാജാവിന് സംശയം വരുമല്ലോ. രാജാവിന് സംശയം വന്നാൽ ആദ്യം ചോദിക്കാരാ? മന്ത്രിയുടെ അടുത്ത് ചോദിച്ചു, മന്ത്രി എനിക്ക് വലിയ കൊട്ടാരമുണ്ട്, വലിയ രാജ്യമുണ്ട്, സൈന്യമുണ്ട്, 5-6 ഭാര്യമാരുണ്ട്, അപ്പുറത്ത് പറയണ്ട, എന്നാലും അതിനനുസരിച്ച് മക്കളുണ്ട്, സെറ്റപ്പ് ഉണ്ട്, നല്ല ഫുഡ് ഉണ്ട്, ലോകത്തിലെ ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ആണ് കഴിക്കണേ, ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല ഷെഫ് എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് സന്തോഷം കിട്ടുന്നില്ല, ഇത്ര സന്തോഷം കിട്ടില്ല. അപ്പൊ എല്ലാ ചോദ്യത്തിന്റെ ഉത്തരം അറിയണമല്ല മന്ത്രി. നമ്മുടെ പഴയ കഥകളിൽ അങ്ങനെയുള്ള മന്ത്രി പറഞ്ഞു, രാജൻ ഒരു പ്രശ്നമുള്ളൂ, ആ കുടുംബം 99 ക്ലബിലെ മെമ്പർ അല്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്നിട്ടാ ഈ 99 ക്ലബ്? മന്ത്രി പറഞ്ഞു, ഒരു 99 സ്വർണ്ണ കോയിൻ തന്നാ പറഞ്ഞുതരാം. അപ്പൊ അയാൾ പറഞ്ഞു, മന്ത്രി അല്ല സാർ, സംഗതി 99 ഗോൾഡ് കോയിൻ കിട്ടിയാലേ പരിപാടി നടക്കുള്ളൂ. അങ്ങനെ 99 ഗോൾഡ് കോയിൻ കൊടുത്തു. ഇയാൾ അതൊരു കിഴി കെട്ടിയിട്ട് ഈ വീടിന്റെ ഫ്രണ്ടിൽ രാത്രി കൊടുത്തിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് പോയി. പിറ്റന്നാ നേരം എടുത്ത് ഈ വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ധൈര്യക്കുന്ന ഒരു കിഴി. സന്തോഷമായി, എടുത്ത് തുറന്ന് നോക്കിയപ്പോ 99 ഗോൾഡ് കോയിൻ. അതോടുകൂടിയുള്ള സന്തോഷം പോയി. ആരെങ്കിലും 99 ആയിട്ട് വയ്ക്കൂ? ഒന്നെങ്കിൽ 100 അല്ലെങ്കിൽ 101. ഇത് നോക്കിയപ്പോ 99 ആണ്. ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്ന് എണ്ണി നോക്കിയെന്ന് പറഞ്ഞു. അവള് എണ്ണി നോക്കി, 99 ആണല്ലോ. ഇയാൾക്ക് ടെൻഷൻ എന്ന് പറഞ്ഞ ടെൻഷൻ. ഇത് ഞാൻ വെച്ച ആൾക്ക് തെറ്റിയതാവോ? ഒരു ഗോൾഡ് കോയിൻ പോയില്ലടാ. അപ്പൊ അവനെന്താ വില? ഇപ്പോ ഭാര്യ വന്നിട്ട് ഇയാളോട് പറഞ്ഞു, മനുഷ്യ ഇതിങ്ങനെ എണ്ണിയിരിക്കാണ്ട് 2 പട്ടുസാരി വാങ്ങി തന്നൂടെ? അപ്പൊ ഇയാളോട് കൊല്ലി, ഞാൻ ഇത് തൊട്ടാ ഞാൻ ഇവിടെ അടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ചൂടാവാൻ തുടങ്ങി. ബഹളം വീണ്ടും എണ്ണൽ തുടങ്ങി. ഒരു ദിവസം ഇയാൾ പണിക്ക് വേണ്ടി തിരിച്ചു വന്നിട്ട് വീണ്ടും എണ്ണി നോക്കിയപ്പോ 98 ഭാര്യ പറഞ്ഞല്ലേക്ക്. മൂപ്പര് കുറെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലത്തെ ഒരു പൊട്ടനല്ല ഞാൻ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വരാം. അയാളെ തുടങ്ങി, നിന്നോട് ആരത് തൊടാൻ പറഞ്ഞ് വീണ്ടും എണ്ണി നോക്കിയപ്പോ 2 കാണാലിയ. പിള്ളേരടിച്ചു. പിള്ളേര് 2 അടിച്ചോണ്ട് പോയി. ലാസ്റ്റ് തിക്കും തിരക്കും ബഹളം. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോ രാജാവ് വീണ്ടും വന്ന് നോക്കിയപ്പോ ആ വീട്ടിലത്തെ സന്തോഷവും പോയി, സമാധാനവും പോയി, കൂട്ടത്തല്ല്. അപ്പൊ രാജാവ് മന്ത്രിയോട് ചോദിച്ചു, ഹേയ് ഇത് ഇങ്ങനെയാടാന്ന് ചോദിച്ചപ്പോ പറയാ, അവരിപ്പോ ഒഫീഷ്യലി 99 ക്ലബിൽ മെമ്പറാണ്. ഉള്ള 99 ഉപയോഗിക്കാണ്ട് ഇല്ലാത്ത ഒരു ഗോൾഡ് കോയിൻ ഇല്ലേ, അത് തപ്പി നടക്കണവരുടെ ക്ലബ് അത്ര 99 ക്ലബ്ബ്. നമ്മുടെ ഇപ്പോഴത്തെ സമകാലികമായിട്ട് ഇതിനെ മാറ്റട്ടെ. നമുക്കുള്ള അനുഗ്രഹങ്ങളും നമുക്കുള്ള കഴിവുകളും ഉപയോഗിക്കാണ്ട് ഇല്ലാത്ത ഏതോ ഒരു സാധനം അന്വേഷിച്ച് നടക്കുക. ഇതല്ല നമ്മുടെ പ്രശ്നം.